ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മുമ്പ് സോളാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതിൽ നമ്മൾ പർച്ചേസ് ചെയ്തൊരു MPPT ചാർജ് കൺട്രോളറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. സ്മാർട്ടൻ്റെ 30 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 12 വോൾട്ടും 24 വോൾട്ടും ഇതിൽ പോകും, രണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നമ്മളത് 2500 രൂപയ്ക്കാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. മുമ്പത്തെ വീഡിയോ കാണാത്തവർ വീഡിയോ പോയി കാണാം. ഐ ബട്ടൻ്റെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അല്ല, നമ്മൾ ചാനൽ കയറിയിട്ടൊന്ന് നോക്കുക, ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മുമ്പത്തെ വീഡിയോയ്ക്ക് ധാരാളം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ കമൻറ്റിലൂടെ ചോദിക്കുക. സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. കൂടുതൽ പേര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവനൊന്ന് മൊത്തത്തിൽ പരിചയപ്പെടാം. ഇതാണ് സ്മാർട്ടൺ എന്ന കമ്പനിയുടെ MPPT. ഇത് അത്യാവശ്യം കുറച്ച് കാലമായി, 6 വർഷത്തോളമായി ഇത് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 വർഷം മുമ്പുള്ള ടെക്നോളജിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്മൂത്താണ്, ആൾ ഓക്കെയാണ്. ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനി ഇതിൻ്റെ കുറച്ച് കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ ഇത് വരുന്നത് ബാറ്ററി വയർ കണക്ട് ചെയ്യാനുള്ളതാണ്. അത് നല്ല ഗേജുള്ള വയറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഹെവി കണക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് തൊട്ട് ഇപ്പുറത്തെ കണക്ടർ. ഇത് സോളാറിൻ്റെ വയർ കണക്ട് ചെയ്യാനുള്ള, അത് ഈ പറഞ്ഞ പോലെ ഹെവി കണക്ട് ചെയ്യാനുള്ള രീതിക്ക് ഹെവി കണക്ടറിന് കൊടുത്തിട്ടുണ്ട്. ഇത് AC ഇൻപുട്ട് കൊടുക്കാനാണ്, MPPTയിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ. അതിൻ്റെ മെയിന്, ന്യൂട്രൽ, എർത്തിങ് 3 കൊടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് നേരെ ഇൻവെർട്ടറിലേക്ക് പോണത്, അതും മെയിന്, ന്യൂട്രൽ, എർത്തിങ് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇപ്പുറത്ത് നല്ലൊരു ഹൈ സ്പീഡ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നോയ്സ് ഉണ്ട്. ഇത് എൻ്റെ വീട്ടിലൊക്കെ പുറത്താണ് വെച്ചിരിക്കുന്നത്, ഔട്ട്ഡോർ വെച്ചാൽ. അതുകൊണ്ട് വീടിനുള്ളിലേക്ക് അങ്ങനെ നോയ്സ് എടുക്കില്ല, പക്ഷെ പുറത്തറിയാൻ പറ്റും. നല്ല ഹൈ സ്പീഡിലും വർക്ക് ചെയ്യും. അതിനടുത്തൊരു നമ്മളെന്തെങ്കിലും വെയിറ്റ് കുറഞ്ഞ ഒബ്ജക്റ്റ് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അറിയാം, അതങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പിന്നൊരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്, AC. അപ്പോൾ ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം, ഇതിനുള്ളിൽ എന്താണെന്നറിയാം. അപ്പോൾ ഈ 2500 രൂപയ്ക്ക് ചാർജ് കൺട്രോളർ മേടിച്ചു എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇത് MPPT തന്നെയാണോ, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇത്ര പ്രൈസ് കുറവ് വെച്ചാൽ? നമ്മളിത് ഓഫറിന് മേടിച്ചുകൊണ്ടാണ് ഈ പ്രൈസ്. ഇതിന് അന്ന് 4000 സംതിങ് എത്രയോ പ്രൈസ് അതിലുണ്ടായിരുന്നു. ഇനി അത് അഴിച്ചു നോക്കാം. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് വരും. അത് ഈ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേ കസ്റ്റം ചെയ്യാൻ പറ്റും. നമ്മളെ ബാറ്ററി ടൈപ്പ്, അതേപോലെ തന്നെ ബാറ്ററിയുടെ കട്ട് ഓഫ് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇതിലെന്തൊക്കെ കാണിക്കാറുണ്ട്? മെയിൻ സപ്ലൈ ഉണ്ടോ, മെയിൻ സപ്ലൈയുടെ വോൾട്ടേജ് എത്ര, മെയിൻ സപ്ലൈ ഇപ്പോൾ ഇൻവെർട്ടറായിട്ട് കണക്റ്റഡ് ആണോ, സോളാറിന് എത്ര വോൾട്ടേജ് ഉണ്ട്, സോളാറിന് എത്ര ആംബിയർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ബാറ്ററിക്ക് എത്ര വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ബാറ്ററിക്ക് എത്ര ആംബിയർ കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഹീറ്റ് സിങ്ക് ആയിട്ട് നല്ല ഹെവി ഒരു അലുമിനിയം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ AC-യുടെ സ്വിച്ചിങ് റിലേ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ട്രാൻസ്ഫോമർ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ടൊറോയിഡ് കോയിൽ ഒന്നേ ഉള്ളൂ. പക്ഷെ ഞാനിത് ഒരു അലുമിനിയം ടൊറോയിഡ് കോയിലാണ് പ്രതീക്ഷിച്ചത് ഈ പ്രൈസിന്. പക്ഷേ ഇത് കോപ്പറാണ്.
അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പ്രൈസിന് കോപ്പർ. പിന്നെ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റംസ് ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കോയിലുകളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആംബിയർ ബൂസ്റ്റിംഗ് നടക്കുന്നതാണ്. പക്ഷേ ഇതിനൊന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഡ്രോപ്പ് ഇതിന് കാണിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അപ്പോഴും ഇത് പുറത്ത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ DC വയേഴ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗേജ് ഉള്ളതാണ്. ഓക്കെ, അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ സ്ട്രോങ്ങാണ്. അപ്പോൾ അതിലൊന്നൊരു ക്വാളിറ്റി ലോസ് കൊടുത്തിട്ടില്ല. മാക്സിമം ഇത് ഇൻസൈഡ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. കൊടുക്കുന്ന പ്രൈസിന് ഇത് മുതൽ തന്നെയാണ്. ഇപ്പോൾ 6 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 വർഷം കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇടയ്ക്ക് അഴിക്കും ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി. ഔട്ട്ഡോർ വെച്ചുകൊണ്ട് പെട്ടെന്ന് ടെസ്റ്റ് ആവും. ഇതിപ്പോൾ മുമ്പ് ക്ലീൻ ചെയ്തുകൊണ്ട് അത്ര കാര്യമായിട്ടില്ല, എന്നാലും ക്ലീൻ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്ത് രണ്ടാമത് റീഫിക്സ് ചെയ്യും. അപ്പോൾ അതിൽ തല പോയ്ക്കാനുള്ള അത്ര വലിയ കണക്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇടയ്ക്ക് അഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.